തൽക്കാലം നീ ഇത് അങ്കിളിനോടോ വീട്ടിലുള്ള ആരോടുമോ ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ, നിന്റെ കൂട്ടുകാരോട് പോലും. വലിയൊരു ഉപദേശം പോലെയാണ് ഗൗതം അത് പറഞ്ഞത്. പക്ഷെ അത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിന് തണുപ്പ് തോന്നി. ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന സമാധാനം. ഒപ്പം തന്നെ ഗൗതമിനോട് വല്ലാത്ത മതിപ്പും തോന്നിയിരുന്നു. അവൻ്റെ സഹോദരി മനസ്സിൽ കൊണ്ട് നടക്കുന്ന പുരുഷനാണ് താൻ. തനിക്ക് മറ്റൊരു പെണ്ണിനോട് സ്നേഹമുണ്ടെന്ന് അറിഞ്ഞിട്ടും തന്നോടുള്ള സൗഹൃദം മനസ്സിലാക്കി തന്നോടൊപ്പം നിൽക്കാൻ കാണിച്ച അവൻ്റെ മനസ്സിനോട് വല്ലാത്ത ബഹുമാനമാണ് തോന്നിയത്. ആ സൗഹൃദം തനിക്ക് വിനയാകുമെന്ന ചിന്ത ആ സമയത്ത് അവൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. സായാഹ്ന സന്ധ്യ രാത്രിക്ക് വഴിമാറാൻ തയ്യാറായി. പേരറിയാത്ത പക്ഷികൾ ചേക്കേറാൻ വാനത്തിലൂടെ പറന്നു. വൈകിട്ടത്തെ കഞ്ഞിക്ക് വേണ്ടി പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുന്നതിനിടയിലും ഓരോ ആലോചനകളിലായിരുന്നു ദേവിക. അവളെ പിടിമുറുക്കിക്കൊണ്ടിരുന്ന ഓരോ ആലോചനകളും. തൻ്റെ ജീവിതം എങ്ങോട്ടാണ് ഒഴുകുന്നതെന്നായിരുന്നു അവൾ ചിന്തിച്ചത്. ഒരിക്കലും താൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത ദിശയിലൂടെയൊക്കെയാണ് തൻ്റെ ജീവിതം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഭയം അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ധൈര്യം ആർജിക്കാൻ ഒരു വിഫല പരിശ്രമം അവൾ നടത്തി. വൈശാഖനെ പോലെ ഒരാൾ ഒരിക്കലും തൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിട്ടില്ല. തന്നെപ്പോലെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ, പ്രാരാബ്ധങ്ങൾ അറിഞ്ഞൊരു പുരുഷനെ ജീവിതത്തിൽ സ്വന്തമായി ലഭിക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഇങ്ങനെയൊരു ജീവിതം തൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും മനസ്സ് പറയുന്നത് വൈശാഖല്ല തൻ്റെ പങ്കാളിയെന്ന് തന്നെയാണ്. ഒരു കാലം കഴിയുമ്പോൾ തന്നെ വിവാഹം കഴിച്ചത് തെറ്റായിപ്പോയെന്ന് അയാൾക്ക് തോന്നുമെന്ന വിശ്വാസം തന്നെയാണ് തന്നിൽ അടിയുറച്ചിരിക്കുന്നത്. അയാളോട് തനിക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ മറുപടി തൻ്റെ കയ്യിൽ ഇല്ലെന്ന് അവൾ ഓർത്തിരുന്നു. എപ്പോഴൊക്കെയോ മനസ്സിലൊരു സ്നേഹം തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് പ്രണയമല്ലെന്ന് ഉറപ്പാണ്. പക്ഷെ വൈശാഖൻ എന്നും തന്നോട് പ്രണയമായിരുന്നു. ആദ്യമായി സ്കൂൾ വരാന്തയിൽ വെച്ച് തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ നിമിഷം മുതൽ ഈ നിമിഷം വരെ അയാളുടെ കണ്ണിൽ കണ്ടതെല്ലാം പ്രണയമായിരുന്നു. പക്ഷെ ഒരിക്കലും തൻ്റെ വിവാഹ സങ്കല്പങ്ങളിലേക്ക് വൈശാഖിൻ്റെ രൂപം കടന്നു വന്നിട്ടില്ല. തനിക്ക് കൈവന്ന സൗഭാഗ്യത്തിൽ അച്ഛനും വീട്ടിലുള്ള എല്ലാവരും സന്തോഷിക്കുമ്പോഴും എന്തുകൊണ്ടോ തനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അതിലൊരിക്കലും വൈശാഖിനെ തനിക്ക് ഇഷ്ടമല്ല എന്ന കാരണമല്ലുള്ളത്. തൻ്റെ പുരുഷനായി വൈശാഖിനെ കാണാൻ ഇതുവരെയും തനിക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവൾ വീണ്ടും വീണ്ടും സ്വന്തം മനസ്സിനോടത് ചോദിക്കുകയായിരുന്നു. പിന്നിൽ നിന്നും ഗോപികയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വന്നത്. കല്യാണപ്പെണ്ണിവിടെ എന്താ, സ്വപ്നം കാണുകയാണോ? ചിരിയോടെ അരികിൽ വന്ന് ഗോപിക ചോദിക്കുമ്പോൾ മറുപടി ഒന്നും പറയാൻ അവൾക്കുണ്ടായിരുന്നില്ല. ഞാൻ പോലും ആഗ്രഹിക്കാത്ത രീതിയിലാണിപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതെങ്ങനെയായി തീരുമെന്ന് എനിക്കറിയില്ല. നീ കരുതുന്ന പോലെ കല്യാണ സ്വപ്നങ്ങൾ കണ്ട് നിൽക്കുകയല്ല ഞാൻ. മുന്നോട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയായിരുന്നു. ചേച്ചി ഇപ്പോൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. ചേട്ടൻ നല്ല ആളാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ അവസ്ഥകളൊക്കെ അറിഞ്ഞിട്ടും ചേച്ചിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിക്കുന്നത്. ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് ചേച്ചി ഇപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ദേവിക മറുപടി ഒന്നും പറഞ്ഞില്ല. പെട്ടെന്നാണ് ഫോൺ ബെല്ലടിച്ചത്. ഗോപിക ഓടിച്ചെന്ന് ഫോൺ എടുത്തതിന് ശേഷം ദേവികയുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, വൈശാഖൻ ചേട്ടനാണ്. പെട്ടെന്ന് ഹൃദയത്തിൽ ഒരു ഭയം അവൾക്ക് തോന്നി. വൈശാഖൻ ഫോൺ വിളിക്കുമ്പോൾ പോലും തനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷം തോന്നുന്നില്ല. ഒരു സന്തോഷമോ പ്രത്യേകതയോ ഒന്നും തന്നെ വലയം ചെയ്യുന്നില്ലെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു. അവൾ ഫോൺ എടുത്തപ്പോഴേക്കും ഗോപിക അമ്മയുടെ മുറിയിലേക്ക് പോയിരുന്നു. ഹലോ, പതിഞ്ഞ ശബ്ദത്തിലായിരുന്നു അവൾ സംസാരിച്ചത്. വെറുതെ വിളിച്ചതാടോ. തൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കണമെന്ന് തോന്നി. ഒന്ന് സംസാരിക്കാമെന്ന് കരുതി. നാളെ കഴിഞ്ഞാൽ താൻ എന്നോടൊപ്പം ഉണ്ടാകുമല്ലോ എന്ന സമാധാനത്തിലാണ് ഞാനിപ്പോൾ. അവൻ്റെ വാക്കുകൾ പോലും തന്നെ ചൊട്ടുപുള്ളിക്കും പോലെയാണ് അവൾക്ക് തോന്നിയത്. പ്രണയം നിറഞ്ഞ വാക്കുകൾ. പക്ഷേ ആ വാക്കുകൾക്ക് അവളുടെ ഉള്ളിൽ പ്രണയം നിറയ്ക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് പേടിയുണ്ടോ? പ്രണയപൂർവ്വമുള്ള ചോദ്യം. അത് മാത്രമേ ഉള്ളൂ. സാറിനെ പോലെ ഒരാളുടെ ഭാര്യയാവാനുള്ള യോഗ്യതയില്ലെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇതല്ലാതെ മറ്റൊന്നും ദേവുവിന് എന്നോട് പറയാനില്ലേ? അവൻ്റെ വാക്കുകളിൽ നീരസം നിറഞ്ഞു. ഇനി ഈ സാർവിളി ഒഴിവാക്കിക്കൂടെ തനിക്ക്? ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് തൻ്റെ നാവിൽ നിന്നും സ്നേഹത്തോടെ എന്തെങ്കിലും ഒരു വാക്ക് കേൾക്കാൻ. പ്രതീക്ഷയോടെയുള്ള ചോദ്യം. ഈശ്വരൻ അതിനുള്ള അവസരം നൽകുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ വിളിക്കും. പക്ഷെ അങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്ന നിമിഷം വരെ എൻ്റെ മനസ്സിൽ സാറ് തന്നെയായിരിക്കും. അവളുടെ വാക്കുകൾ അവനിൽ നേരിയ വേദന പടർത്തിയെങ്കിലും ഒരു ദിവസത്തിനപ്പുറം അവൾ തന്നെ സ്വന്തമാകുമല്ലോ എന്ന സമാധാനമുണ്ടായിരുന്നു അവൻ്റെ ഉള്ളിൽ. പുറത്ത് രാഘവൻ്റെയും ഗോപികയുടെയും സംസാരം കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് വൈശാഖനോട് പറഞ്ഞു, അച്ഛൻ വന്നു. ഞാൻ നാളെ വിളിച്ചാൽ മതിയോ? മതി, താൻ പൊയ്ക്കോളും. അവൻ്റെ മറുപടി കിട്ടിയതും അവൾ ഫോൺ കട്ട് ചെയ്ത് പുറത്തേക്ക് ഓടിയിരുന്നു.
രാഘവന്റെ മുഖത്ത് നിരാശയിലും ഒരു സമാധാനത്തിന്റെ പുഞ്ചിരി തെളിഞ്ഞു കാണുന്നുണ്ടെന്ന് അവൾ കണ്ടു. മകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ പോകുന്നു എന്ന സമാധാനമാണ് ആ മുഖത്തുള്ളത്. കയ്യിൽ കരുതിയിരുന്ന കവർ അവളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം അയാൾ മകളെ നോക്കി. ഇതെന്താണെന്ന് മനസ്സിലാവാതെ അവൾ അച്ഛനെ തന്നെ നോക്കി. ഒരുപാട് പൊന്നും പണവും ഒക്കെ തന്ന് മോളുടെ വിവാഹം ആർഭാടമായി നടത്തണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. പക്ഷേ ഈ ഗതികെട്ടവൻ്റെ കയ്യിൽ ഒരു തരി പൊന്നു വാങ്ങാനുള്ള പണമില്ലെന്ന് മോൾക്കറിയാമല്ലോ. ആ വൃദ്ധൻ്റെ നിസ്സഹായാവസ്ഥ അവളെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഒരു ജീവിതകാലം മുഴുവൻ തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട മനുഷ്യനാണ്. ആരോഗ്യക്കുറവ് കൊണ്ട് മാത്രം കഠിനമായ ജോലികൾ ചെയ്ത് തങ്ങളെ നോക്കാൻ പറ്റാത്ത ആൾ. എന്നിട്ടും കുട്ടിക്കാലത്ത് പോലും ആവശ്യത്തിനുള്ള എല്ലാം വാങ്ങി തന്നിട്ടുണ്ട്. ഒരു കാര്യത്തിനും കുറവ് വരുത്തിയിട്ടില്ല. ജോലി കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ കൊണ്ടുവരുന്ന എണ്ണപ്പലഹാരത്തിൻ്റെ രുചി ഇപ്പോഴും നാവിലുണ്ട്. അവൾക്ക് വല്ലാത്ത വേദന തോന്നിയിരുന്നു. കണ്ണുനീർ കണ്ണിൽ ഉരുണ്ടുകൂടാൻ തുടങ്ങി. അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. ഇതൊരു സാരിയാ, ഒരുപാട് വിലയുള്ളതൊന്നുമല്ല. എങ്കിലും അച്ഛൻ്റെ വകയായി ഇതെങ്കിലും മോൾക്ക് വേണ്ടേ? പഴയതൊന്നും ഉടുത്തിട്ട് അന്ന് പോണ്ട. ഇതുടുത്തിട്ട് അന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയാൽ മതി. കവർ തൻ്റെ കൈകളിലേക്ക് വച്ചുകൊണ്ട് നിറഞ്ഞ മിഴികളോടെ ആ വൃദ്ധൻ അത് പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത വേദന തോന്നിയിരുന്നു. ഒപ്പം തന്നെ ഒരു കവറും അവളുടെ കൈകളിലേക്ക് അയാൾ വെച്ചു കൊടുത്തു. ഇതെന്താ അച്ഛാ? ഇത് കുറച്ച് കോഴിക്കോടൻ അലുവ. നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ഇനി എന്നാ അച്ഛൻ വാങ്ങിത്തരാൻ പറ്റുന്നത്? നാളെ മുതൽ മോളുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് വാങ്ങിച്ചു തരാൻ വേറൊരു അവകാശി വരികയല്ലേ. ഇനി ഒരിക്കലും എൻ്റെ മോൾക്ക് വേണ്ടി അച്ഛനായി ഒന്നും വാങ്ങിത്തരാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമല്ലേ. അച്ഛൻ ടൗണിൽ പോയി വാങ്ങിയതാണ്. അയാളുടെ വാക്കുകൾ അവൾക്ക് വല്ലാത്ത വേദന തോന്നിയിരുന്നു. പൊട്ടിക്കരച്ചിലൂടെ അവൾ അയാളുടെ നെഞ്ചിലേക്ക് വീണിരുന്നു. അച്ഛനെ കെട്ടിപ്പിടിച്ച് എത്ര നേരം കരഞ്ഞെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. തോരാതെ പെയ്യുന്ന കണ്ണുനീർ തുള്ളിയുടെ അർത്ഥം പോലും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്തിനാണ് താൻ കരയുന്നതെന്ന് അറിയാതെയായിരുന്നു അവൾ കരഞ്ഞു തുടങ്ങിയത്. ഞാൻ ഈ കാര്യങ്ങൾ അങ്കിളിനോട് പറഞ്ഞത് നമ്മുടെ വീടിനൊരു നാണക്കേടുണ്ടാകരുതെന്ന് കരുതിയാണ്. സത്യം പറഞ്ഞാൽ വൈശാഖനെ ഞാൻ എൻ്റെ സുഹൃത്തിനെ പോലെയാണ് കണ്ടിരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ കസിൻസ് എന്നതിലുപരി അവൻ എന്ത് കാര്യങ്ങളും എന്നോട് തുറന്നു പറയാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്താണ്. അതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അവൻ എന്നോട് തുറന്നു പറഞ്ഞത്. അവനെ ചതിക്കും പോലെയാണ് ഞാൻ. പക്ഷേ നമ്മുടെ കുടുംബമാണ് എനിക്ക് വലുത്. അതിവിനയം വരുത്തി ഗൗതം പറഞ്ഞു. അപ്പം എന്നെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഞാൻ അവളെയും അവളുടെ വീട്ടിലുള്ളവരെയും പച്ചയ്ക്ക് കത്തിക്കും. നീ നോക്കിക്കോ. ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകുന്ന വിശ്വനാഥൻ്റെ കയ്യിൽ കയറി ഗൗതം പിടിച്ചു. അങ്കിൾ, ആവേശപൂർവ്വം ഒരു തീരുമാനം എടുക്കണ്ട. എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ആലോചിച്ച് ചെയ്യാം. പക്ഷെ ആവേശപൂർവ്വമായ തീരുമാനമല്ല ഇപ്പോൾ ഇതിനകത്ത് വേണ്ടത്. ഒരുപാട് ആലോചിച്ച് വേണം ഒരു തീരുമാനമെടുക്കാൻ. അവൾക്കും അവളുടെ വീട്ടുകാർക്കും എന്തെങ്കിലും പറ്റിയാൽ നമ്മളത് ജയിലിൽ പോയി കിടക്കും എന്നല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. നമുക്കെതിരെ ആദ്യത്തെ മൊഴി പറയാൻ പോകുന്നത് വൈശാഖൻ തന്നെയായിരിക്കും. കുറച്ചുകൂടി ബുദ്ധിപരമായി വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാൻ. ഒന്നാമത്തെ കാര്യം, ഈ വിഷയങ്ങളൊന്നും ഗ്രീഷ്മ അറിയാൻ പാടില്ല. ഒന്നുമല്ലെങ്കിലും അവനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പെണ്ണല്ലേ. അവൾക്കിതൊക്കെ കേട്ടാൽ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അവൻ അവളെ കെട്ടരുത്. അതല്ലേ അങ്കിളിന് വേണ്ടത്? അത്രയല്ലേ ഉള്ളൂ. അതിന് വേണ്ട പരിപാടികളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിനു വേണ്ടി അങ്കിളൊന്നും ചെയ്യണ്ട. തൽക്കാലം ചെറിയൊരു കാര്യം ചെയ്താൽ മതി. അവനെ കുറച്ച് നാൾ രഹസ്യമായിട്ട് നമുക്ക് താമസിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. എൻ്റെ പിള്ളേർ വന്ന് നാളെ രജിസ്റ്റർ ഓഫീസിന് മുൻപിൽ നിന്ന് അവനെ പൊക്കിക്കോളും. കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തോളാം. പിന്നീട് എങ്ങോട്ടാണ് അവനെ മാറ്റുന്നതെന്ന് മാത്രം അങ്കിൾ തീരുമാനിച്ചാൽ മതി. 1 മാസക്കാലമെങ്കിലും അവൻ ഇവിടെ നിൽക്കരുത്. അതിനിടയ്ക്ക് നമുക്ക് നൈസായിട്ട് അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒതുക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ അവളെ നമുക്ക് പുകച്ച് പുറത്ത് ചാടിക്കാൻ എളുപ്പമാണ്. രക്ഷിക്കാൻ വൈശാഖില്ല. ആദ്യം അവനെ മാറ്റണം, പിന്നെ നമുക്ക് അവളെ കെട്ടുകെട്ടിക്കാം. ഗൗതമിൻ്റെ കണ്ണിൽ കൗശലം തിളങ്ങി. ഗൗതം പറയുന്നതാണ് നല്ല കാര്യമെന്ന് വിശ്വനാഥനും തോന്നിയിരുന്നു. താൻ കുറച്ചുകൂടി ആലോചിച്ച് വേണം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാനെന്ന് വിശ്വനാഥന് തോന്നി.
അങ്ങനെയെങ്കിൽ നെല്ലിയാമ്പതിയിൽ നമുക്കൊരു എസ്റ്റേറ്റ് ഉണ്ട്. അവിടേക്ക് അവനെ മാറ്റാം. എങ്കിൽ അങ്ങനെ ചെയ്യാം മകളെ. എൻ്റെ പിള്ളേരോട് ഞാൻ പറയാം. മറ്റന്നാൾ രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ നിന്നും വൈശാഖനെ കാണാതാകുന്നു. പിന്നെ വൈശാഖൻ ലാൻഡ് ചെയ്യുന്നത് നെല്ലിയാമ്പതിയിലെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കായിരിക്കും. പിന്നൊരു 6 മാസമെങ്കിലും അവൻ അവിടെ തന്നെ നിർത്തണം. അത് കഴിഞ്ഞ് നമുക്ക് പതുക്കെ അവൻ്റെ മനസ്സ് മാറ്റിയാണെങ്കിലും ഗ്രീഷ്മയുമായുള്ള വിവാഹം നടത്തണം. പിന്നെ അവൻ എന്താണെങ്കിലും അവളുടെ പുറകെ പോവില്ല. അതിനോടകം അവളെ ഈ നാട്ടിൽ നിന്നും തുരത്തണം. അതുതന്നെയാണ് വേണ്ടത്. വിശ്വനാഥനും അത് സമ്മതിച്ചിരുന്നു. തൻ്റെ ലക്ഷ്യം നിറവേറിയ സന്തോഷമായിരുന്നു ആ നിമിഷം ഗൗതമിൻ്റെ മുഖത്ത്. കാത്തിരിക്കുമല്ലോ അല്ലേ? എഴുതിയിരിക്കുന്നത് പോലെ കഥ ഒന്നുമായിട്ടില്ല. നിങ്ങൾക്ക് ഏത് ട്രാക്കിലൂടെയാണ് പോകുന്നതെന്നും ചിലപ്പോൾ മനസ്സിലാവില്ല. മുൻവിധികളൊന്നുമില്ലാതെ വായിച്ചു നോക്കൂ. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്നുള്ളത് ഉറപ്പാണ്. സ്നേഹദൂരം പോലെ, കോൺട്രാക്റ്റ് വൈഫ് പോലെ നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു കഥാപാത്രമാണ് ഇതിലെ ഓരോരുത്തരും, പ്രത്യേകിച്ച് ദേവി.